രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിട്ടും ഒരേ സ്വരത്തിൽ ഇവർ ഇവിടെ നമശിവായ മന്ത്രം ഉരുവിടുന്നു. പലരും പറഞ്ഞു കേട്ടറിഞ്ഞ് ആദ്യമായിട്ട് വന്നതാണ്. അല്ലെങ്കിൽ കുട്ടികളായില്ല, അല്ലെങ്കിൽ കല്യാണം, മക്കളുടെ കല്യാണം, ജോലി കാര്യങ്ങൾ, വീടും വസ്തുവും ഇല്ലാത്തവർ വന്നിവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ വെളുത്തഭാവവും കറുത്തഭാവം കഴിഞ്ഞ് വരുന്ന 13ാമത്തെ ദിവസം ത്രയോദശി തിഥിയാണ്. ഈ തിഥിയിൽ ഭഗവാൻ ഏറ്റവും പ്രസന്നനായിരിക്കുന്ന മുഹൂർത്തമാണ്, പാർവതി സമേതനായിട്ട്. അപ്പോൾ ഈ തിഥികൾ ഒരു മാസത്തിൽ 2 ദിവസം വരും. ഇന്ന് കറുത്ത പക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. ഈ സമയം ഭഗവാൻ കൈലാസത്തിൽ നടരാജനായിട്ട് താണ്ഡവമാടുന്ന പുണ്യ മുഹൂർത്തമാണ്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ഭഗവാൻ നടത്തി തന്നു. ഞാൻ ഭഗവാന്റെ മുമ്പിൽ നീണ്ടു നമസ്കാരം ചെയ്തു. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഞാൻ പ്രദോഷ പൂജയ്ക്ക് വന്നതുമാണ്. അടുത്ത പ്രദോഷം നമ്മുടെ ജൂൺ 8-ാം തീയതി ഞായറാഴ്ച, ജൂൺ 8. രാത്രി ഏറെ വൈകിയും ഏകദേശം 10 മണിയോട് കൂടിയായിട്ടും ഈ എൻ്റെ പിന്നിൽ കാണുന്ന ഇത്ര ആളുകൾ തടിച്ചുകൂടിയ ഈ ഒരു സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലാണുള്ളത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് ഇവിടെ നടക്കുന്ന ഈ ഒരു സംഭവം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളാണ് എൻ്റെ പിന്നിലൂടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രാത്രിയിലും വളരെ വൈകിയ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ ഇത്രയധികം ആളുകൾ എത്തിയത് എന്ന് അറിയേണ്ടതുണ്ട്. അത് ചിലരുടെ ഇവിടെയുള്ള ആളുകളടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ കൊല്ലത്തുനിന്ന് ഓമന ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വന്നത്. ഞാനിങ്ങനെ പലരും പറഞ്ഞു കേട്ടറിഞ്ഞ് ആദ്യമായിട്ട് വന്നതാണ്. അതുകൊണ്ട് അനുഭവം പറയാൻ ഇല്ല. അതെ, മോനുണ്ട് കൂടെ, എൻ്റെ മോനുണ്ട്. ഞാനും കൂടെ മോന് ജോലി ചെയ്യുന്നു. മോന് ആവശ്യമായിട്ട് വന്നതാണ്. കല്യാണമായിട്ടില്ല മോന് ഇതുവരെ. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പ്രദോഷം എടുത്തു കഴിഞ്ഞാൽ കല്യാണം നടക്കും എല്ലാവരും പറഞ്ഞു. അങ്ങനെ വന്നത്. അതെ ഒത്തിരി പേര് പറഞ്ഞിങ്ങനെ. ഓരോരുത്തർക്കും പ്രഗ്നൻ്റ് ആവാതെ 8 വർഷമൊക്കെ ആയി പ്രഗ്നൻ്റ് ആവാതിരുന്നവരൊക്കെ ഇതായി. പിന്നെ ജോലി കിട്ടാതിരുന്ന ഇൻ്റർവ്യൂ ഒക്കെ നടന്ന് അങ്ങനെ ജോലി കിട്ടാതിരുന്നവർക്ക് ജോലി കിട്ടിയതായിട്ടും ഒക്കെ ഇങ്ങനെ അറിഞ്ഞായിരുന്നു. എൻ്റെ മോന് മാർക്കറ്റിംഗ് ആണ്. കൊല്ലത്ത് തന്നെ താമസം. ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു, പെൻഷനായി. ഞാനും മോനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. റിട്ടയർഡായിട്ട് 10 വർഷമായി. സ്വസ്ഥം. ഞാനും മോനും മാത്രം. ഒരു മോളുണ്ട്. മോളെ അയച്ചൊരു കുട്ടിയുണ്ട്. അതെ ഞാനിവിടുത്തെ കഴവ. ഈ അമ്പലത്തിൽ ഇത്രയധികം ആളുകൾ, അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇന്നത്തെ ദിവസം നോക്കിയാൽ കേരളത്തിൽ ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ക്ഷേത്രത്തിൽ ഇത്ര ഭക്തരുണ്ടാവില്ല. ചിലപ്പോൾ പല ഗുരുവായൂരോ ശബരിമലയിലോ ഒക്കെ കാണുമല്ലോ. പക്ഷേ ഇതുപോലൊരു അമ്പലത്തിലുണ്ടാകും. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം ആളുകൾ എത്തുന്നത്? അല്ല, ആൾക്കാരെത്തുന്ന ഓരോരുത്തരുടെ കാര്യസാധ്യതക്ക് വേണ്ടിയുള്ള വരവാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ, ഒരാൾ വന്നു, അല്ലെങ്കിൽ കുട്ടികളായില്ല, അല്ലെങ്കിൽ കല്യാണം, മക്കളുടെ കല്യാണം, ജോലി കാര്യങ്ങൾ, വീടും വസ്തുവും ഇല്ലാത്തവർ വന്നിവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 100%. എല്ലാ മാസത്തിലും 2 പ്രദോഷമുണ്ട്. അതായത് വെളുത്തപക്ഷത്തിലും കറുത്തപക്ഷത്തിലും ഉണ്ട്. എല്ലാ വെളുത്തഭാവവും കറുത്തഭാവം കഴിഞ്ഞ് വരുന്ന 13ാമത്തെ ദിവസം ത്രയോദശി തിഥിയാണ്. ഈ തിഥിയിൽ ഭഗവാൻ ഏറ്റവും പ്രസന്നനായിരിക്കുന്ന മുഹൂർത്തമാണ്, പാർവതി സമേതനായിട്ട്. അപ്പോൾ ഈ തിഥികൾ ഒരു മാസത്തിൽ 2 ദിവസം വരും. ഇന്ന് കറുത്ത പക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്.
ഈ സമയം ഭഗവാൻ കൈലാസത്തിൽ നടരാജനായിട്ട് താണ്ഡവമാടുന്ന പുണ്യമുഹൂർത്തമാണ്. ഭഗവാൻ ശാന്തനാകുന്നത് പാർവതി ദേവിയെ കാണുന്ന മാത്രയിലാണ്. പാർവതി ദേവിയെ കാണുന്ന മാത്രയിൽ ഭഗവാൻ ശാന്തനാകുകയും സമസ്ത ദേവതകളുടെ സാന്നിധ്യം നിറഞ്ഞു തെളുമുന്ന പുണ്യമുഹൂർത്തമാണ് പ്രദോഷസന്ധ്യ. അപ്പോൾ പ്രദോഷം കണ്ട് തൊഴുതാൽ, പ്രദോഷ പൂജ ചെയ്താൽ കിട്ടുന്ന ഗുണം ജീവിതത്തിലുണ്ടാകുന്ന സർവ്വ ദുഃഖങ്ങളും ഹനിക്കപ്പെടും. ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധൂകരിക്കും. മനസ്സിലായില്ലേ? കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? എല്ലാ മാസവും മുടങ്ങാട് ഇത്രയും സന്ധ്യയായിട്ടും, നേരെ 8-9 മണിയായില്ലേ, ഈ സമയത്ത് ഇത്രയും ക്ഷമയോടെ ഈ മഴയും സഹിച്ചിട്ട് ഈ ഭക്തരിവിടെ നിൽക്കണമെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അഗാധമായിട്ട് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്? സ്വാമി ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവരുടെ സ്വന്തം അപ്പനും അമ്മയായിട്ട് അവർ ആരെ ഉൾക്കൊണ്ടു? ലോകമാതാവും പിതാവുമായിരിക്കുന്ന അർദ്ധനാരീശ്വര സ്വാമിയെ ഉൾക്കൊണ്ടതിൻ്റെ ഫലമായിട്ടാണ്. തീർച്ചയായിട്ടും നിരവധി ഭക്തർക്ക് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാകും, പലരുടെ ജീവിതത്തിലും ഭഗവാൻ ശക്തമായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട്. പലരുടെയും സങ്കടങ്ങൾ, വേദനകൾ മാറ്റിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതന്നെ നിമിഷമായി ഇന്ന്. പ്രദോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുന്ന ഭക്തർ പാലിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പ്രത്യേകിച്ച്? ഇവിടെ പ്രത്യേകിച്ച് പാലിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഭക്തി ഉണ്ടായിരിക്കുക, മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിൽ അർപ്പിക്കുക, ഇത്ര മാത്രം മതി. ഭക്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഭക്തിക്കാ പരമപ്രാധാന്യം. വിശ്വാസം തീർച്ചയായിട്ടും തീരും അവരെ രക്ഷിച്ചിരിക്കും. ഇവിടെ കാണാൻ കഴിഞ്ഞത് സാധാരണ അമ്പലങ്ങളിലൊക്കെ സ്ത്രീകളാണല്ലോ കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പുരുഷന്മാരും ഉണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും സ്ത്രീകളാണ് കൂടുതൽ. ഞാൻ മുമ്പേ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു, ഇന്നത്തെ തലമുറ ലൗകികമായിട്ടുള്ള ജീവിതത്തിലേ പോയിരിക്കുക. അവരുടെ ജീവിതത്തിൽ ആധ്യാത്മികത നഷ്ടപ്പെട്ടു, ഈശ്വരാധീനം നഷ്ടപ്പെട്ടു. ലൗകികത മാത്രമാണ് ജീവിതമെന്ന് എന്ത് ചെയ്തു? മനുഷ്യൻ മനസ്സിലാക്കി. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത ലൗകികം മാത്രമല്ല, ലൗകികത്തോടൊപ്പം ആധ്യാത്മികതയെ ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടിൻ്റെ സമ്മിശ്ര രൂപമാണ് മനുഷ്യരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തുന്ന ഓരോരുത്തരും. മനസ്സിലായില്ലേ? ഇവിടുത്തെ സ്വാമി അത്ര വിശ്വാസമാണ്. ഞാൻ എന്തു പറഞ്ഞാലും അതേപോലെ അനുസരിക്കുന്ന കുറേ ഭക്തരുണ്ട്. അത് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഒരു 35 വയസ്സിന് താഴെയുള്ള ഒരുപാട് ചെറുപ്പക്കാരിവിടെയുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ പ്രഭാഷണം, പൂജ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ഇവരെല്ലാം എന്ത് ചെയ്യും? ഒന്ന് വെളിയിൽ വന്നിട്ട് പോകും. ഇവിടെ അതല്ല. ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടുത്തെ പ്രത്യേകത അതെയാണ്. അത് നിങ്ങൾ ഇദ്ദേഹം ഇവിടെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാവും ഇങ്ങനെ തോന്നുന്നേ. ഇവിടെ ആദ്യം പോലെ പ്രദോഷത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അടുത്ത പ്രദോഷം എപ്പോഴാണ്? അടുത്ത പ്രദോഷം നമ്മുടെ ജൂൺ 8-ാം തീയതി ഞായറാഴ്ച. ജൂൺ 8 ഇനി വരുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞത് മേടത്തിലെ പ്രദോഷമാണ്. ഇനി ഇടവത്തിലെ പ്രദോഷം ജൂൺ 8 ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ആദ്യമായിട്ട് വരുന്ന ഭക്തരാണെങ്കിൽ എത്തേണ്ട സമയം, എന്നെ കണ്ട് സങ്കടങ്ങൾ പറയാനാണെങ്കിൽ രാവിലെ 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് വരണം. 8 മണിക്ക് മുമ്പും വരണ്ട, 9 മണിക്ക് ശേഷവും വരണ്ട. അങ്ങനെയുള്ളവർ 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് എത്തി എന്നോട് സങ്കടങ്ങൾ ഉണർത്തിക്കും. ആ സങ്കടം കേൾക്കുമ്പോൾ ഞാൻ ഭഗവാൻ എന്നോട് പറയും എന്ത് ചെയ്യണമെന്നതിന് പരിഹാരം. അത് ഞാൻ അവർക്ക് നിർദ്ദേശിക്കും. അതിൻ്റെ ചടങ്ങുകൾ ചെയ്യിപ്പിക്കും. അതിനനുസരിച്ച് അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കും. അതനുസരിച്ചിട്ട് ഭക്തരെ പ്രദോഷത്തിനെത്തി പ്രദോഷ പൂജ കഴിക്കും. പ്രത്യേകിച്ച് പൂജാദ്രവ്യങ്ങൾ ഒന്നും കൊണ്ടുവരണ്ട. പ്രദോഷത്തിന് അവരിഞ്ഞ് വന്നാൽ മതി. ഇവിടെ എല്ലാം കിട്ടും. ഇല്ലെങ്കിൽ അഭിഷേകത്തിന് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരാം. അത് ശുദ്ധമായ സാധനങ്ങൾ, പാലോ കരിക്കോ അഭിഷേക സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. ശുദ്ധമായിരിക്കണം, ഒറിജിനൽ സാധനമായിരിക്കണം. അതാണെങ്കിൽ അഭിഷേകം കഴിക്കും. പൂക്കളും മാലകളും ഒക്കെ എല്ലാവരും കൊണ്ടുവരും. പിന്നെ ഭഗവാൻ നീതിക്കുള്ള ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, പാല്, മധുരം, മുട്ടായികൾ, ജിലേബി, ചോക്ലേറ്റ്, ഇതെല്ലാം ഭഗവാൻ കൊണ്ടു കൊടുക്കും. ഭഗവാനെ സ്വന്തം അപ്പനും അമ്മയായിട്ടാണ് കാണുന്നത്. ആ രീതിയിലെല്ലാം എന്ത് ചെയ്യും? അവർ കഴിക്കുന്ന എന്നും ഭഗവാനും കൊണ്ടു കൊടുക്കും. ആ ഒരു സമർപ്പണം ഇവിടെയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നീട്. ഞാൻ 6ാമത്തെ പ്രദോഷം കൊണ്ടാണ് വരുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട്, ദൂരേന്ന് വരുന്നുണ്ട്. എല്ലാവരുടെ കാര്യങ്ങളും സ്ഥാപിച്ച് വരുന്നുണ്ട്. എല്ലാം ഭഗവാൻ സ്ഥാപിച്ച് വരുന്നു. എൻ്റെ പേര് ആനന്ദവല്ലി. എൻ്റെ പേര് ഏനാത്ത്. തിരുവനന്തപുരത്തുനിന്ന് വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. വൈകിട്ട് ഇവിടെ ബസ് വിടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏനാത്ത് വരെ വണ്ടി വിടും. എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ മക്കളൊക്കെ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ട്. മരുമക്കൾക്ക് ജോലിയായി, എല്ലാം കുഴപ്പമില്ല ജീവിക്കും. എൻ്റെ 3ാമത്തെ പൂജ മാലൂര്, പട്ടാഴി. ഇവിടെ മാലൂര്. എൻ്റെ പേര് സരള. ഞാനിപ്പോൾ 5ാമത്തെ പൂജയാണ്. ഞാൻ ജനുവരിയിലെ പൂജയ്ക്ക് വന്നേ. 14 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ജോലി കിട്ടി. ഇപ്പോൾ ഇത് 5ാമത്തേതാ. എൻ്റെ ഇളയ മോടെ കല്യാണമായി. രണ്ടും എനിക്ക് സാധിച്ചു. ഒക്കുന്നവരെ വരും. ഇല്ല, അങ്ങനെ നിർത്തത്തില്ല. ഒക്കുന്നവരെ വരും. എല്ലാവരും വരും. വിശ്വാസമാണ്.
ബദാമുക്ക് കടുവാത്തോട് ഇവിടെ കൂടുതൽ എത്തുന്നവർ ഈ പരിസരത്തോട്ടുള്ളവർ തന്നെയാണ്, അതോ ദൂരദേശം? അല്ല, ദൂരദേശങ്ങളിലുള്ളവരും ഉണ്ട്. എന്തായാലും നിങ്ങളുടെ 4 പ്രാവശ്യം വന്ന റോഡ് വരെയൊക്കെ കണ്ടു. അപ്പോൾ ഈ വരുന്നവരുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നുണ്ടോ? 4ാമത്തെ പ്രാവശ്യമല്ലേ ഉള്ളൂ വന്നിട്ട്, ഇനി സഫലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശകലമൊക്കെ ഒരു കുറേയൊക്കെ മാറി വരുന്നുണ്ട്, ചെറിയ ബാധ്യതയൊക്കെ. പ്രത്യേകിച്ചൊന്നുമില്ല. ഉഷ, കൊച്ചേക്കടവ്. ഇതിപ്പോ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്തെങ്കിലും ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? സന്തോഷമുണ്ട്. എൻ്റെ പേര് ഗണേശൻ. ഞാൻ അമ്പലനിരപ്പെന്ന് പാണ്ടിത്തിട്ട. ഇടയ്ക്ക് 2-3 മാസത്തിന് മുമ്പ് ഒന്ന് വന്നായിരുന്നു. അന്നപ്പോൾ പിന്നെ ഇടയ്ക്ക് വരാൻ പറ്റിയില്ല, അങ്ങനെ തടസ്സമായി. വീണ്ടും ഇന്ന് ആദ്യം പോലെ തുടങ്ങി. വന്നതിൽ മനസ്സിന് കുറേ സന്തോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതെ, സന്തോഷങ്ങളും വിഷമവും ഇല്ലാത്തവരാരും ഇല്ല. എന്നാലും നമുക്ക് കുറേ സന്തോഷങ്ങളൊക്കെ വരാനുള്ള കാര്യങ്ങളുണ്ടായതുകൊണ്ട് വീണ്ടും വന്നു തുടങ്ങി. ആ മുടക്കം ഇനി വരരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ലോട്ടറി കച്ചവടം. ഞാൻ പത്തനാപുരം, കോന്നി ആ ഭാഗത്തോട്ടൊക്കെ കച്ചവടത്തിന് പോകുന്നു. അത് അങ്ങനെയുള്ള ഉദ്ദേശങ്ങളുണ്ട്. മഹാദേവൻ തന്നാൽ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുക. എൻ്റെ പേര് രാജേഷ്, പത്തനംതിട്ട. 2ാമത്തെ പ്രാവശ്യം. പറയുന്നത് ഞങ്ങളിത് കേട്ടു, ഞങ്ങളും അങ്ങനെ അറിഞ്ഞായിട്ട് വന്നതാണ്. 2ാമത്തെ തവണയാണ്. ഞങ്ങൾ ഞാൻ BSNL-ലായിരുന്നു, BRSI. ഇപ്പം ഞാൻ സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യുന്നു. ഒരു പോസിറ്റീവ് അനുഭവപ്പെടുന്നുണ്ട്. കുടുംബമടക്കം. അല്ല, 5-6 മാസം കൊണ്ട് വരുന്നുണ്ട്. അല്ല, വന്നു കഴിഞ്ഞതിൽ പിന്നെ ഉണ്ട്. കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടോ? ഉണ്ട്. എന്ത് വഴിപാടാണ് നടത്തിയത്? പ്രദോഷ പൂജയിൽ. പോസിറ്റീവ്. ഞാൻ ഇവിടുന്ന് വന്നിട്ട് പോകുമ്പോൾ നല്ല പോസിറ്റീവ്. അല്ല, ഹൗസ് വൈഫ്. വർഷം. സാധാരണ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുന്നൊക്കെ കുറവാണ്. ഇവിടുത്തെ ഭയങ്കര ഓരോ കാര്യങ്ങൾ ആഗ്രഹം സാധിക്കാൻ വേണ്ടി വരും. എത്രാമത്തെ പ്രാവശ്യമായിരുന്നു? ഞങ്ങൾ എല്ലാ വട്ടം വരും, മിക്കവട്ടം വരും. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മാറ്റം? കുറേ കാര്യങ്ങൾ കുഴപ്പമില്ല. പഠിത്തത്തിൽ കുറേ കാര്യങ്ങൾ. എന്താ പഠിക്കുന്നത്? +2 കഴിഞ്ഞു, ഇനി CAക്ക് പോവുക. എക്സാം ഒക്കെ നല്ല ഇവിടെ വന്നതിന് ശേഷം എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഉയർന്ന മാർക്ക് കിട്ടുമല്ലേ? ഇവിടെ തന്നെ 6-8 വർഷം. യൂട്യൂബ് വഴി കണ്ടതാണ്. ഞാൻ കൊല്ലത്തുനിന്ന്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം കുടുംബമുണ്ടോ? ഇല്ലല്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. 7ാമത്തെ പ്രദോഷത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. 7. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ അടുത്തുള്ളതാണ്. ഈ പ്രദോഷത്തിൽ പങ്കെടുത്തിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു? ഒരുപാട് ഉണ്ട്. എന്താണ്? ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഭഗവാൻ എനിക്കല്ലേ ഉണ്ട്. ഞാൻ ഉരുണ്ട് വീണ എല്ലാം എനിക്ക് വെപ്പ, എന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ഭഗവാൻ നടത്തി തന്ന് ഞാൻ ഭഗവാന്റെ മുമ്പിൽ നീണ്ടു നിന്ന് നമസ്കാരം ചെയ്തു. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഞാൻ പ്രദോഷ പൂജയ്ക്ക് വന്നതുവാ. എനിക്ക് വെപ്പാന്നൊന്നും ആരും പറയത്തില്ല. കണ്ടാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ നടക്കുന്നു. ജെല്ല് മുട്ടും എല്ലാം ഒടിഞ്ഞതാ, ബോളും എല്ലാം ആന്നു മൊത്തം എല്ലാം സ്റ്റീലാ. ഇനി മാറി വെക്കണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ ഉറപ്പാ. ഭഗവാന്റെ പട്ടാഴിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാ. ചായലോടെ. എനിക്ക് 75 വയസ്സുണ്ട്. 75 വയസ്സ് എനിക്ക് ഇതിന് മാസം ആകുമ്പോൾ പൂർത്തിയാവും. എൻ്റെ കൂടെ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്. അല്ല, കുടുംബം എല്ലാവർക്കും വീട് പ്രത്യേകിച്ച് വെച്ചു കൊടുത്തു. അവരെല്ലാം അങ്ങോട്ടായി. എനിക്ക് ഒറ്റയ്ക്കായിട്ട് എൻ്റെ പേര് സുകുമാരിയമ്മ. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. ഇവിടെ എന്തൊരു കാര്യമുണ്ടെങ്കിലും ഞാനിവിടെ വരും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭാരവാഹിയാണ്. ഈ 3 അമ്പലത്തിലെയും ഭാരവാഹിയാണ്. അതും പറയാമല്ലോ. പട്ടാഴി അമ്മയുടെ അമ്മ പൊന്നുമുടി എടുത്ത് വെക്കുമ്പോഴും ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നത്. പിന്നെ ഇവിടെ അതുപോലെ സുകുമാരിയമ്മ ഭാരവാഹിയായിട്ട് പറഞ്ഞു.
ഭാരവാഹിയാണോ? അല്ലല്ല, ഒരു ഭക്തയാ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. മാറ്റങ്ങൾ പറ്റുന്നുണ്ട്. ഉണ്ട്. ആളുകൾ വരുന്നത് അവർക്ക് ഉപയോഗമുള്ളത് കൊണ്ട് തന്നെയാണ്. മനസ്സിനൊരു സംതൃപ്തിയുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുള്ള ഇതല്ലേ. പ്രദോഷത്തിൽ പങ്കെടുത്തിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. സന്തോഷം, മനസ്സമാധാനം, സന്തോഷമുണ്ട്. രാത്രി ഇത്രയും ലേറ്റായ സമയത്തൊക്കെ വന്ന് ക്യൂവിലൊക്കെ അത് കുഴപ്പമില്ല. ഇല്ല, ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു സുഷമ. ഇവിടെ പട്ടാഴി തന്നെ. നിങ്ങളെല്ലാം ഇവിടെ ഉള്ളവരോ? അല്ല, ദൂരെ നിന്നുള്ളവരുണ്ട്. ഞങ്ങളൊക്കെ പട്ടാഴി തന്നെ ഉള്ളവര്. ഈ ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഇഷ്ടം പോലെ. ആദ്യകാലത്തൊക്കെ ഇവിടെ പട്ടാഴിയിലുള്ള ഞാനിപ്പോ 5 മാസമായിട്ട് ആദ്യമേ വന്നു തുടങ്ങി. ഒരു ഒന്നിനു ശേഷം നിങ്ങളൊക്കെ വന്നത് കാണാൻ വേണ്ടി വന്നതാണ്. അല്ലല്ല, ഞങ്ങൾക്ക് ഓരോ അനുഭവം ഉണ്ടായിട്ട് വരുക. നമ്മളോരോ വിശ്വാസത്തിന്റെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു? ഉണ്ട്, സത്യസന്ധ ഉണ്ട്. ഒത്തിരി മാറ്റമുണ്ട്. സമാധാനവും എല്ലാം അല്ലല്ല, നമ്മുടെ അനുഭവം. ആളുകൾ ഈ രാത്രിയായിട്ടും ഇവിടെ തടിച്ചുകൂടി ക്ഷമയോടുകൂടി ഇവിടെ നിൽക്കുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത? ഇപ്പോഴേ വന്നതേ ഉള്ളൂ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പ്രത്യേക തേജസ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ്. കാര്യം ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയല്ലോ. ഇതിപ്പോൾ 30ാമത്തെ പ്രദോഷമാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഇത് കൂടി വരികയാണ്. കണ്ടോ, ഇവിടെ ഈ ആൾക്കാർ ഇടിച്ച് ഇങ്ങോട്ട് കയറാൻ നിൽക്കുക. ഞാൻ ആദ്യം ശ്രദ്ധിക്കുകയാണ്. പിന്നെ വേറെ ഈ ഒരു സമയം ഇപ്പോൾ നമ്മൾ ഈ രാത്രി സമയമാണല്ലോ. സാധാരണഗതിയിൽ ഇപ്പോൾ ശബരിമലയിലോ ഗുരുവായൂരോ ഒക്കെ ആണെങ്കിൽ രാത്രി ഇത്ര തിരക്കുണ്ടാവും. ഈ കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഇന്നേ ദിവസം ഇപ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ. ഉത്സവമല്ല. തീർച്ചയായിട്ടും ഉത്സവ പ്രതീതി ഇവിടെ വരാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നുമില്ല. ഇവിടെ ഈ കൃത്യമായിട്ടുള്ള അഷ്ടാഭിഷേകവും അതുപോലെ തന്നെ പ്രദോഷ വ്രതം എടുത്തു വരുന്നവരുമാണ്. ഇതിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന്, തിരുവനന്തപുരം, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നമുക്കൊരു ഭൂരിഭാഗം ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ ജില്ലകളിൽ നിന്നും തെക്കൻ ജില്ലകളിൽ നിന്നും വന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പുറത്തുള്ളവരുമാണ് വന്നത്. അപ്പോൾ അവരുടെ അനുഭവമാണിത്. അവരുടെ അനുഭവത്തിന്റെ ഒരു വെളിച്ചമാണ് നമ്മൾ കാണുന്നത്. അങ്ങയുടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയാണല്ലോ. അപ്പൊ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതം സംഭവിച്ചൊരു സംഭവം ഓർത്തെടുത്ത് പറയാൻ കഴിയുമോ? ഇത് നമ്മൾ ഒരാളുടെ എന്നുള്ള ഒരു പറയാനേ കഴിയില്ല. 100 കണക്കിന് ആൾക്കാരുടെ അനുഭവമാണ്. അപ്പോൾ ഒരാളുടെ അനുഭവം മാത്രം പറയാന്ന് പറഞ്ഞാൽ അവരെ അത് ഒരാളെ അഡ്രസ് ചെയ്ത് പറഞ്ഞത് ശരിയല്ല. അപ്പൊ ഇവിടെ ഒരുപാട് ഇന്ന് തന്നെ നിങ്ങൾ നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഒരുപാട് അനുഭവം നമ്മുടെ കൺമുൻപിൽ കാണാമായിരുന്നു. അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണിത്. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പിന്നെ ക്ഷേത്രത്തെ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കുക അങ്ങനെ ഒരു ഇതേ ഇല്ല. അതിവിടെ നമ്മുടെ വഴിപാടിനെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ വളരെ ചെറിയൊരു പൈസ മാത്രമാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു ഇതേ ഇല്ല. ഭഗവാൻ ഇവിടെ അർദ്ധനാരീശ്വരനാണ്. അർദ്ധനാരീശ്വരൻ്റെ ആ പ്രഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള അവരിതാണ്. ഞാൻ ഈ പ്രദേശവാസിയാണ്. ഇതിൻ്റെ ഈ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയാം. വിശ്വാസികളെ സംബന്ധിച്ച് അവരാണ് പറയേണ്ടത്. അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുമാണ് നമ്മൾ ഈ കാണുന്ന ഈ ജനബാഹുല്യം. പറഞ്ഞ മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ച കാര്യം അല്ല, അത് ഭഗവാനോടുള്ളൊരു ഭക്തി. കൊടുമണ്ണ്. അമൃത. ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്? എന്താണ് നടന്നതെന്ന് ആളുകൾക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ല. ഒന്ന് പറയാൻ കഴിയുമോ? ബുദ്ധിമുട്ടില്ല. അത് എനിക്ക് വയറ്റിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നമായിരുന്നു. അപ്പം സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു സിസ്റ്റ്. അടൂര്. ഇപ്പൊ 2ാമത് ചെന്നപ്പോ അങ്ങനെ സംഭവം ഇല്ല. ഉണ്ട്. ഹസ്ബൻഡും 2 മക്കളും, ഹസ്ബൻഡിന്റെ അമ്മയും. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഇടവനക്കാവ് നാഗർകാവ് ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നൂറുകണക്കിന് ഭക്തരാണ് ഇന്ന് ഈ ദിവസം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ സമയം രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിട്ടും ഒരേ സ്വരത്തിൽ ഇവർ ഇവിടെ നമശിവായ മന്ത്രം ഉരുവിടുന്നു. ഈ 100 കണക്കിന് ആളുകൾ ഇവിടെ എത്തണമെങ്കിൽ ഈ ക്ഷേത്രത്തിന് എന്തെങ്കിലുമൊക്കെ ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിവയ്ക്കും രീതിയിലാണ് ഇവിടെ എത്തിയ ഭക്തരൊക്കെ പ്രതികരിച്ചത്. ഏതായാലും
എന്തായാലും ഓരോ ദിവസങ്ങൾ കഴിയും തോറും നൂറുകണക്കിന് ഭക്തരാണ് ഇവിടേക്ക് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഒരുപക്ഷെ എല്ലാ കേരളമൊട്ടാകെ ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രതിബദ്ധത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിസ്മയ ന്യൂസ് ഈ രാത്രിയിലും ഇവിടെ എത്തി ഈ ഒരു വാർത്ത ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉദ്യമം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്നവരിൽ ഏതാനും ചില ആളുകളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും മാത്രമാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും നൂറുകണക്കിന് ആളുകളുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. തൽക്കാലം ഇന്നത്തേക്ക് മാത്രം ഒന്ന് വിട നൽകുന്നു. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.